നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിൻ എംബാപ്പയുടെ പല്ല് പറിച്ചതുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്ന വാർത്ത വന്നിരുന്നല്ലോ. നമ്മളത് വീഡിയോ ചെയ്തിരുന്നു. കാരണം ആഞ്ചലോട്ടി പറഞ്ഞു അദ്ദേഹത്തിന് പല്ലിന് പ്രശ്നമുണ്ട്, പക്ഷേ ട്രാവൽ ചെയ്യും, കളിക്കും, റയൽ സോസിഡാഡിനെതിരെ കളിക്കും എന്ന് ആഞ്ചലോട്ടി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുന്നു. അദ്ദേഹത്തിന് പല്ലിന് വേദനയുണ്ട്. പല്ലിൻ്റെ ആ ഒരു എക്സ്ട്രാക്ഷൻ നടത്തിയത് അദ്ദേഹത്തിന് ഇപ്പോഴും പെയിൻഫുൾ ആണ്. അതുകൊണ്ട് ഇന്ന് കളിക്കുന്നില്ല. കിലിൻ എംബാപ്പെ ഇന്ന് കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ ആദ്യപാദ മത്സരം കളിക്കുന്നില്ല. റയൽ സോസിഡാഡുമായിട്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 2 മണിക്ക്, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 2 മണിക്കാണ് കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ റയൽ മാഡ്രിഡ് ഇറങ്ങുന്നത്. കിലിൻ എംബാപ്പെ മാത്രമല്ല, തിബോട്ട് കോർട്ടുവയും ഫെഡെ വാൽവർദയും സ്ക്വാഡിലില്ല. അവർക്ക് പക്ഷേ പരിക്കിന്റെ പ്രശ്നമല്ല, റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. കോച്ച് അവർക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കോർട്ടുവ ഇല്ല, വാൽവർദ ഇല്ല, എംബാപ്പെ ഇല്ല. 3 പ്രമുഖ താരങ്ങളില്ലാതെയാണ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ചീമയെയും ഗോൺസാലോയെയും ഇപ്പോൾ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. നമുക്ക് റയലിന്റെ സ്ക്വാഡിലേക്ക് ഒന്ന് പോകാം. ഗോൾ കീപ്പർമാരായിട്ടുള്ളത് ല്യൂനിൻ, ഫ്രാൻ ഗോൺസാലസ്, അതുപോലെ സെർജിയോ ബെസ്ട്രെ എന്നിവരാണ് ഗോൾ കീപ്പർമാരായിട്ടുള്ളത്. ഡിഫൻഡർമാരായിട്ട് അലാബ, ലൂക്കാസ് വാസ്കസ്, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, മെൻഡി, അസെൻസിയോ എന്നിവരുണ്ട്. മധ്യനിരയിൽ ബെല്ലിംഗാം, കമവിംഗ, മോഡ്രിച്ച്, ഷ്വാമിനി, ആർദ ഗ്യൂളർ, ഡാനി സെബയോസ്, ചീമ എന്നിവരാണുള്ളത്. മുന്നേറ്റ നിരയിൽ വിനി ജൂനിയർ, റോഡ്രിഗോ, എൻറിക്, ബ്രാഹിം, ഗോൺസാലോ എന്നിവരുണ്ട്. എന്തായാലും ഇന്നലെ നടന്ന കോപ്പ ഡെൽ റേ സെമി ഫൈനൽ ആദ്യപാദ മത്സരം ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും 4-4 സമനിലയായിരുന്നു. ഇന്നിപ്പോ റയൽ സോസിഡാഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റയൽ മാഡ്രിഡ് ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കുമോ? കാത്തിരുന്ന് കാണും. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.